പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അത് എപ്രകാരം ജീവിതത്തിൽ ഒരു അച്ചടക്കമുള്ള ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്താം എന്നുള്ളതാണ്. അച്ചടക്കമില്ലാത്ത ജീവിതമാണ് കടങ്ങളിലേക്കും ബാധ്യതകളിലേക്കും വലിയ പ്രയാസങ്ങളിലേക്കും നമ്മെ എത്തിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിലെല്ലാം പല പ്രയാസ ഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. ചില പ്രത്യേക ഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ചില വലിയ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് ആവാം, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവാം, അതല്ലെങ്കിൽ നമ്മുടെ മറ്റു എന്തെങ്കിലും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തിക റിക്വയർമെന്റ് ആവാം. എന്തും ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ നമ്മളിൽ പലരും കടന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച ദിനങ്ങളായേക്കാം അതെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടായിട്ട്, അതല്ലെങ്കിൽ എല്ലാ ആളുകളോടായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം ഒരു എമർജൻസി ഫണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ട്, അത് ഒരു പ്രത്യേക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീസൺ കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ടോ വരുമാനം നിലച്ചു പോയാൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ചെലവ് വന്നു പെട്ടാൽ, അത്തരം കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസി ഫണ്ട്, അത് ഒരു 6 മാസം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അത് എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചാൽ ഒരു 6 മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അത്രയും പൈസ നമ്മുടെ കയ്യിൽ, അക്കൗണ്ടിലോ നമ്മുടെ കയ്യിലോ അത് ഉണ്ടാവുക എന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണോ റൂട്ടീൻ ചെലവല്ലാതെ ഒരു എമർജൻസി കേസായിട്ട് അത് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട്, അതെല്ലാവരും കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അത് അത്തരം എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കുകയും, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത 2, 3, 4 മാസത്തിനുള്ളിൽ ആ എമൗണ്ട് ഘട്ടം ഘട്ടമായിട്ട് അത്ര എമൗണ്ട് തന്നെ ഫില്ല് ചെയ്ത് വീണ്ടും മാറ്റി വെക്കുകയും ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു ഒരു താളം വരും. പലരുടെയും ലൈഫിന്റെ താളം നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, നമുക്ക് എല്ലാവർക്കും വലിയ ബാധ്യതകൾ വരുന്നത് വളരെ കുറച്ച് ചില കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ വീട് വാങ്ങൽ അല്ലെങ്കിൽ വീട് വെക്കൽ, അതല്ലെങ്കിൽ 2 നമ്മുടെ ഒരു വാഹനം വാങ്ങൽ, 3 കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ. ഇന്നിപ്പോൾ അത് വലിയൊരു ചെലവായും ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, കുട്ടികളുടെ മക്കളുടെ വിവാഹം. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു വലിയ ചെലവുകളാണ്, വലിയ ബാധ്യതകളാണ്, കൂട്ടത്തിൽ വലിയ ആർഭാടങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നോക്കിയിട്ടല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പണം ചെലവാക്കുന്നത് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ മാക്സിമം കടവും ലോണും ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മിതത്വം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ സമാധാനപൂർവ്വമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം പൊതുവെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങൾ. ഒന്ന്, വീട് താമസം, വീട് വെക്കൽ, 2 വാഹനം വാങ്ങൽ, അതിൻ്റെ ബാധ്യതകൾ, 3 കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, 4 കുട്ടികളുടെ വിവാഹങ്ങൾ, അതായത് ആർഭാടപൂർവമായിട്ടുള്ള വിവാഹങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഒരു സൂക്ഷ്മത കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മനസമാധാനം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കടവും ലോണും ഇല്ലാത്ത ആളുകൾ ഇന്ന് സമൂഹത്തിൽ വളരെ കുറവാണ്. അത് സത്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ വലിയ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളും അത്യാവശ്യങ്ങളെക്കാളും കൂടുതൽ അനാവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവിച്ച് കടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ കൂട്ടൽ ബഹുഭൂരിപക്ഷം. അപ്പോൾ കടമില്ലാത്ത ഒരു ജീവിതം, ലോൺ എടുക്കാത്ത ഒരു ജീവിതം, അത് എത്രമാത്രം പറ്റുമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് വലിയൊരു കാരണമാവും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ലോൺ എടുക്കാതെ മാക്സിമം ജീവിതത്തെ ക്രമപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. നാലാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ റോളിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ ചെലവാക്കലും ചെലവ് ചെയ്യലൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു പരിചയമുള്ള ആളുകളുടെ അടുത്ത് വിളിച്ചിട്ട് കടം ചോദിക്ക് മറക്കലും തിരിക്കലൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ആഴ്ചയിൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരു 3, 4, 5 കേസുകളെങ്കിലും വരും കടം ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് കടം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 80% കൊടുത്ത കടങ്ങൾ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ആളുകൾ ഒരുപാട് ആളുകളോട് ചോദിച്ച് കഷ്ടപ്പെട്ട് പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങളടുത്ത് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളോട് ഇതൊന്നും പറയില്ല. പക്ഷെ നിങ്ങളിതൊന്നും ഇപ്പൊ തരാം, 2 ആഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു വാങ്ങും. പക്ഷെ ആ കടം തിരിച്ചു വാങ്ങാൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഭയങ്കര. അതുകൊണ്ട് തന്നെ കടം നിങ്ങൾ കൊടുക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് നാളെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്, സഹായിക്കേണ്ടത്. അത് നിങ്ങൾ കൊടുത്തു, പിന്നെ ആ പൈസ കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ പണം കൊടുത്താൽ ആ പണവും നിങ്ങളുടെ ബന്ധവും നഷ്ടപ്പെടും, നിങ്ങളുടെ സമാധാനവും നഷ്ടപ്പെടും. അതുകൊണ്ട് ആ വിഷയത്തിലും നിങ്ങൾ ശ്രദ്ധിക്കും. 5ാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളൊരു വ്യക്തിയെയോ ഒരു ചെറുകിട സ്ഥാപനത്തിനെയോ വിശ്വസിച്ച് വെറുതെ പോയിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദിച്ച ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇത് നാട്ടിൽ ഇപ്പൊ സർവ്വസാധാരണമാണ് എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം വരുന്നു, ആ സ്ഥാപനത്തിൽ 5 ലക്ഷം രൂപ 10 ലക്ഷം കൊടുത്ത് നിങ്ങളൊരു ഷെയർ കൂടുന്നു. ഷെയർ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നു. നിങ്ങളുടെ 2, 3, 4 മാസം നിങ്ങൾക്ക് ഒരു മാസം വരെ എമൗണ്ട് വെച്ച് തരുന്നു. കുറച്ചാളെ ആ കമ്പനി പ്രയാസത്തിലാണ്, ആ വ്യക്തിക്ക് കുറെ കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് മേടിച്ച പൈസ ഇവർ റോൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ വിചാരം നിങ്ങൾ ഷെയർ കൂടിയിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊക്കെ പെട്ടിട്ട് പൈസ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകാതിരിക്കുക. ഒരു വ്യക്തിയെയും ഒരു ചെറിയ സ്ഥാപനത്തെയൊക്കെ ആശ്രയിച്ചിട്ട് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിഷനുള്ള നിങ്ങളുടേതായ ഇൻവോൾവ്മെന്റ് ഉള്ള ബിസിനസ്സിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവണം, അതിൽ നിങ്ങളുടേതായ ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടാവും, ഒരു ഇൻവോൾവ്മെന്റും കൂടി ഉണ്ടാവണം. അത് മാത്രം പോരാ, ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ബിസിനസ്സിന്റെ എല്ലാ വശങ്ങളും, അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ പഠിച്ച്, ബിസിനസ്സിന്റെ മാർക്കറ്റിംഗ് സൈഡ് പഠിച്ച്, ബിസിനസ്സിന്റെ എല്ലാ സൈഡുകളും പഠിച്ചതിന് ശേഷം 100% കോൺഫിഡൻസ് ഉള്ള വിഷയത്തിലേക്ക് മാത്രം ബിസിനസ്സുമായിട്ട് ഇറങ്ങി പുറപ്പെടുക. തീർച്ചയായിട്ടും ബിസിനസ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ബിസിനസ്സിന്റെ എല്ലാ മേഖലയും പഠിച്ചതിന് ശേഷം മാത്രം ബിസിനസ്സിലേക്ക് കടക്കാൻ ശ്രമിക്കുക. അവസാനമായിട്ട്, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്നൊരു ശമ്പളമുണ്ട്, ഒരു വരുമാനമുണ്ട്, ഒരു ദിവസക്കൂലിയുണ്ട്, ഒരു മാസക്കൂലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിൽ മാത്രം നമ്മൾ തൃപ്തിപ്പെട്ട് ഇങ്ങനെ പോവാതെ നമ്മൾ കൂടുതൽ വരുമാനങ്ങൾ ലഭിക്കാൻ, ശമ്പളം ഇൻക്രിമെന്റ് കിട്ടാൻ, കൂടുതൽ വരുമാനങ്ങൾ കിട്ടാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ വ്യാപൃതരാവുകയും അതേക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും അങ്ങനെ കൂടുതൽ വരുമാനം, നിലവിലുള്ള വരുമാനം അടുത്ത മാസങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്താൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മനസ്സമാധാനമുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.